വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വിദ്യ. ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. അതായത് നമ്മൾ ഡെയിലി ഒരേ ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്ത് അല്ലെങ്കിൽ ഒരേ വേ ഓഫ് ഹെയർ സ്റ്റൈൽസ് തന്നെ ചെയ്തിട്ട് ബോറടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റൈൽ നമുക്ക് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് എങ്ങനെ ചെയ്യാം എന്നതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇതിൽ ഒരു 3 or 4 ഹെയർ സ്റ്റൈൽസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോട്ട് വയ്ക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമൺ ഗൈസ്. നോർമലായിട്ട് നമ്മൾ പോയിന്റിൽ കെട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കെട്ടുന്നത്? ഇങ്ങനെയാണ് മോസ്റ്റ്ലി എല്ലാവരും എന്ത് ചെയ്യാം. നോർമലായി നമ്മൾ കാഷ്വലായിട്ട് ഇങ്ങനെ തന്നെയാണ് പോയിന്റിൽ കെട്ടാറുള്ളത്. പക്ഷെ വോളിയം ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിന്റിൽ കെട്ടാമെന്ന് വെച്ചാൽ അതിന് നമുക്ക് ഏത് ലെവലിലാണ് പോയിന്റിൽ വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ റിബൺ ഇടാം. ആൻഡ് പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ 2 പോർഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ഫസ്റ്റ് മുകളിലെ പാർട്ടിലേക്ക് മാത്രമായിട്ട് ഇവിടെ റിബൺ ഒന്നുകൂടി രണ്ടാമതായി ഒരിക്കൽ കൂടി ഇടാം. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ സെറ്റാണ്. ഇട്ട് കഴിഞ്ഞാൽ ഓൾ സെറ്റാണ്. നമ്മൾ പോണിറ്റെയിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം, മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ചെയ്ത് വരുന്ന പോണിറ്റെയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഹെയറിനൊരു വോളിയം തോന്നിക്കുന്ന പോലെ കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ള പോലെയുള്ള ഹെയർ സ്റ്റൈലാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ഇതൊന്ന് ചെയ്തു. പിന്നെ നമ്മളിൽ കുറേ പേര് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇങ്ങനെ ഹാഫ് പോണിറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് ഒരു ക്രാബോ അല്ലെങ്കിൽ ഒരു റിബണോ യൂസ് ചെയ്തിട്ട് കെട്ടി വെക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാടായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഹെയർ ഒട്ടും വോളിയം ഇല്ലാത്ത പോലെയൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. സോ നമുക്ക് ഇതിനെ എങ്ങനെ ഒന്നുകൂടി ട്രാൻസ്ഫോം ചെയ്യാമെന്ന് വെച്ചാൽ സോ അപ്പോൾ എങ്ങനെ നമുക്കത് മാറ്റിയിട്ട് കുറച്ച് വോളിയം വേണം പോലെയായിട്ട് കുറച്ച് ക്യൂട്ടായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് 2 റബ്ബർ ബാൻഡ്സ് ആണ് ആവശ്യം. അല്ലെങ്കിൽ 2 റിബൺസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ 2 റബ്ബർ ബാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അപ്പോഴേ എടുത്തതിന് കുറച്ച് മാറ്റിയിട്ട് 2 പോർഷനായിട്ട് ഹെയറിനെടുക്കുക. ഫസ്റ്റ് പോർഷൻ ഇങ്ങനെ എടുത്തു. എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് ഒന്നും ടൈ ചെയ്യുക. ടൈ ചെയ്ത ശേഷം ഇങ്ങനെ അടിയിൽ കൂടെ ഇതിട്ടിട്ട് ഇത് പുറത്തുകൂടെ ഇങ്ങനെ എടുക്കുക. ഓക്കെ. എന്നിട്ട് ഈ രണ്ടാമത്തെ പോർഷൻ്റെ ഹെയർ എടുക്കുക. ആദ്യം എടുത്തതൊന്ന് മാറ്റി ഫ്രണ്ടിലേക്ക് ഇട്ടേക്കുക. രണ്ടാമത്തെ പോർഷൻ എടുത്തിട്ട് അവിടെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് അതൊന്ന് ടൈ ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ ഈ രണ്ടാമത് ചെയ്തത് ഇടാം. എന്നിട്ടൊന്ന് കറക്റ്റാക്കുക. ഇപ്പം നോക്കിക്കേ, അപ്പോൾ ഉള്ള പോലെയല്ല, കുറച്ചുകൂടി ഹെയർ വോളിയം കൂടിയ പോലെയും കുറച്ചുകൂടി എന്തായി ഹെയർ കുറച്ചുകൂടി പൊങ്ങിയിട്ട് സെറ്റായ പോലെയും ആയിട്ടുണ്ട്. കുറച്ചും കൂടി കാണാൻ എന്തെങ്കിലും നമ്മുടെ മുഖത്തിനൊരു ഭംഗിയായി പിന്നെ ഹെയർ വേഴ്സോ ഇത് കാണാനൊരു ക്യൂട്ടായിട്ടൊരു ഫീലും നമുക്ക് അതൊന്ന് മാറ്റി എപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ട് ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ബണ്ണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് ബണ്ണ് എങ്ങനെയാണ് കുറച്ച് വലിയ ബണ്ണൊക്കെ നമ്മൾ എങ്ങനെയാണ് എടുത്തിടാം? നോർമലായിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും എടുത്തിടാം. അല്ലേ? ഇങ്ങനെ തന്നെയാണ് ബണ്ണൊക്കെ ഇടാം. അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറിയിട്ട് ഒരു റബ്ബർ ബാൻഡും ആൻഡ് ഒരു റിബണും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഹെയർ മാറ്റാമെന്ന് നോക്കാം. ചെയ്യുന്ന പോലെ തന്നെ എടുക്കാം. പക്ഷേ റിബൺ യൂസ് ചെയ്യാതെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ടൈ ചെയ്യുക. ടൈ ചെയ്ത ശേഷം ഈ ഹെയറിനെ എല്ലാത്തിനും എടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് താഴത്തേക്ക് അങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇതേപോലെ യൂസ് ചെയ്തിട്ട് ഇനി വൺ യൂസ് ചെയ്തിട്ട് ടൈ ചെയ്യും. ഇപ്പം നേരത്തെ കണ്ട ഹെയർ സ്റ്റൈൽ ഇപ്പോൾ കാണുന്ന ഹെയർ സ്റ്റൈൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യും. ഒരു ക്യൂട്ട് ഫീലും വരും. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾക്കൊരു 2 or 3 ഹെയർ സ്റ്റൈൽസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രമേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. തന്നെ ഓൾറെഡി കുറേ പേർക്ക് അറിയുന്നതായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക.
കൂടുതൽ ഇഷ്ടമായി എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ഗൈസ്. ബൈ.